സിസേറിയൻ ഡെലിവറി ആണോ ഇനി 3 മാസത്തേക്ക് ഇറച്ചി മീനൊന്നും കഴിക്കാൻ പറ്റത്തില്ല? ഒരു കോമൺ ക്ലീഷേ നമ്മുടെ സൊസൈറ്റി കാണുന്ന ഒരു സാധനമാണ്. ഇത് സത്യമാണോ? ആക്ച്വലി നമ്മൾ സിസേറിയൻ ഡെലിവറി അഥവാ വയറ് മുറിച്ച് കുട്ടിയെ വെളിയിലെടുക്കുന്ന ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണത്തിൽ എന്തൊക്കെ ക്രമീകരണങ്ങൾ വരുത്തണം? തീർച്ചയായിട്ടും ആ സർജറി കഴിഞ്ഞിട്ട് നമ്മൾ ഇച്ചിരി സ്ലോ ആയിട്ട് വേണം ഫുഡിലോട്ട് തിരിച്ചെത്താൻ. ബിക്കോസ് ഒരു വയറ് തുറന്നുള്ള ഒരു ഓപ്പറേഷൻ ആകുമ്പോൾ നമ്മുടെ കുടലിൻ്റെ മൂവ്മെൻറ്റ്സ് ഒന്നും ആയതിനു ശേഷം നമ്മൾ ഫീഡിങ് സ്റ്റാർട്ട് ആവത്തുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ ഇച്ചിരി ലിക്വിഡ് ഡയറ്റ് ആവും, പിന്നെ ഒരു സെമി സോളിഡ് ആവും, പിന്നെ ഗ്രാജുവലി ഖരപദാർത്ഥങ്ങളാവും. അത് കഴിഞ്ഞ് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ വി ആർ ആക്ച്വലി ഏബിൾ ടു ടേക്ക് എനി ഫുഡ്. പിന്നെ അതിൽ എപ്പോഴും ഒരു വൂണ്ട് ഹീലിംഗ് ആണല്ലോ അവിടെ നടക്കേണ്ടത്. ആ വൂണ്ട് ഹീലിംഗിന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്തുവാ? പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ്. പ്രോട്ടീൻ റിച്ച് എന്ന് പറഞ്ഞാൽ എന്തുവാ? ഇറച്ചി മീനും ഒക്കെ തന്നെ. അതുകൊണ്ട് നമുക്ക് നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് എടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഇങ്ങനെയുള്ള ലേഡീസിന് പലർക്കും കോൺസ്റ്റിപ്പേഷൻ അങ്ങനത്തെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം അല്പം ഫൈബർ റിച്ച് ഉള്ള ഫുഡ് എടുക്കുന്നു, തീർച്ചയായിട്ടും നല്ലതാണ്. വെള്ളം കുടിക്കുന്നത് അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് സിസേറിയൻ ആണോ ഇനി ഇറച്ചി മീനോ ഒന്നും 3 മാസത്തേക്ക് കഴിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് കറക്റ്റ്. അവർക്ക് ഹെൽത്തി ഫുഡ് കൊടുക്കണം. ബിക്കോസ് ആ കുട്ടിയുടെ യൂട്രസിലുള്ള വൂണ്ട്, അബ്ഡമിലുള്ള വൂണ്ട് ഹീൽ ചെയ്യണം. ആ കുട്ടി ഒരു മദറാണ്, ബ്രസ്റ്റ് ഫീഡ് ചെയ്യണം, അതിന് മിൽക്ക് ഉണ്ടാവണം. അതുകൊണ്ട് ഹെൽത്തി ഫുഡ്, സമീകൃത ആഹാരം ആ ലേഡി കഴിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്.